ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും അവരുടെ ആസ്ഥാന മന്ദിരമൊക്കെ നഷ്ടപ്പെടുക എന്നത് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയാം, CPM-ന് കഷ്ടകാലം തുടങ്ങി എന്ന് തോന്നുന്നു. കാരണം അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ AKG സെന്ററും നിയമക്കുരുക്കിൽപ്പെട്ട് ഇല്ലാതാകുമോ എന്ന സംശയത്തിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്. പഴയ AKG സെന്ററിന് തന്നെ വലിയ പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് പിന്നാലെ ഇപ്പോൾ പിണറായി വിജയന്റെ സ്വപ്നസൗധമായ പുതിയ AKG സെന്ററും നിയമക്കുരുക്ക് നേരിടുകയാണ്. അതുപ്രകാരം AKG സെന്ററിന്റെ ഭൂമി വിൽപ്പന സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതി CPM-ന് നോട്ടീസ് അയച്ച് വിശദീകരണം തേടിക്കഴിഞ്ഞു. രാജ്യത്ത് എടുത്തു നോക്കിയാൽ കേരളത്തിൽ മാത്രം ഭരണത്തിലുള്ള ഒരു പാർട്ടിയായി CPM മാറിയ സ്ഥിതിക്ക് കേരളത്തിൽ അവരുടെ സ്വപ്നസൗധം തന്നെ ഇല്ലാതാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിനായി ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ആ കേസ് പരിഗണിക്കുന്നത്. അതായത് മറ്റൊരു സാമ്പത്തിക ഇടപാട് കേസിൽ കോടതി ലേലം ചെയ്ത് വിറ്റ 32 സെന്റ് ഭൂമിയാണ് CPM പിന്നീട് വാങ്ങിയത്. ഇതിലെ 16 സെന്റ് ഭൂമി ഇപ്പോൾ വീണ്ടും തർക്ക വിഷയമായി മാറിയിരിക്കുന്നു. 1999 നടന്ന ലേലം അസാധുവാണെന്നും ഭൂമി തങ്ങളുടേത് ആണെന്നും ചൂണ്ടിക്കാണിച്ചുള്ള ISRO ശാസ്ത്രജ്ഞയായ ഇന്ദുവിൻ്റെ ഹർജിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ CPM-നോട് വിശദീകരണം തേടിയിട്ടുള്ളത്. ഭൂമി തങ്ങളുടേതാണ് എന്ന വാദമാണ് ഇന്ദു കോടതിയിൽ അതിശക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. പുതിയ AKG സെന്റർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 32 സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കം അങ്ങനെ പാർട്ടിയുടെ ഓഫീസ് തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു. അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ ആ സ്ഥാപനം ജപ്തി നടപടിയിലേക്ക് കടന്നു. ഇതിനിടെ ഈ ഭൂമി ISRO ശാസ്ത്രജ്ഞയായ ഇന്ദുവും അവരുടെ ബന്ധുവും ചേർന്ന് വാങ്ങി. ആ ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കീഴ്ക്കോടതി ഇന്ദുവിൻ്റെ ഹർജി തള്ളിയതോടെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഒരു വലിയ ഞെട്ടലിൽ നിൽക്കുകയാണ് അങ്ങനെ CPM നേതൃത്വം തന്നെ. അതുകൊണ്ട് തന്നെ കേസ് നടക്കുന്നുണ്ടെന്നും സുപ്രീം കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. എങ്കിലും കേസിൻ്റെ യഥാർത്ഥ സ്ഥിതി വളരെ ഗൗരവമുള്ളതാണ്. പഴയ AKG സെന്ററിനായി കേരള സർവകലാശാലയുടെ ഭൂമി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദം നിൽക്കുന്നതിനിടയിലാണ് പുതിയ AKG സെന്റർ ഭൂമിയും ഇങ്ങനെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് കടക്കുന്നത്. അതിൽ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരത്തെ കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് ഇന്ദു പരാതിയിൽ പറയുന്നത്. പോത്തൻ കുടുംബം നടത്തിയ വായ്പ കുടിശ്ശികയ്ക്കായിരുന്നു ലേലം നടന്നത്. എന്നാൽ കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും അത് സുതാര്യമല്ലെന്നും ഇന്ദുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ചു. ഏതായാലും CPM-ന് ആകെയുള്ള ഒരു സംസ്ഥാനത്ത് അതിൻ്റെ ആസ്ഥാനം കൂടി നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ ക്ഷീണം തന്നെയായിരിക്കും.